Hello friends, welcome back to my channel. എല്ലാവരും സുഖായിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവ ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് ട്ടോ. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ആണ്. അതുപോലെ തന്നെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അതിൽ ഓൾ എന്ന് വേണം കേട്ടോ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിലേ ഞാൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 1 കപ്പ് റവ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ഒരു 5 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോവാതെ നോക്കണേ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ റോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 5 കോഴിമുട്ട മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. അതുപോലെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായ അല്ലെങ്കിൽ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3/4 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റവ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യട്ടോ, കട്ടൊന്നുമില്ലാണ്ട്. നമുക്കിതൊരു തിക്ക് ബാറ്ററായിട്ടാണ് വേണ്ടത്. ഇതുപോലെ തന്നെ റവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം തിക്കിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതാ ഈ ഒരു തിക്ക് വേണം. അപ്പോൾ നമുക്കിനി ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ അത്ര തന്നെ നെയ്യ് ഒഴിക്കണ്ട കേട്ടോ. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഓവർ ഹൈറ്റിൽ ഒഴിച്ചു കൊടുക്കണ്ട. ഇപ്പോൾ ബാറ്റർ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് മതിയാവും. അതിനുള്ളിൽ തന്നെ നമ്മൾ ഉണ്ണിയപ്പം റെഡിയായി വരും കേട്ടോ. ഇപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇടണം, അല്ലെങ്കിൽ ഉണ്ണിയപ്പം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും റവ ആയതുകൊണ്ട് തന്നെ. നമുക്കെല്ലാതും ഇതുപോലെ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഉണ്ണിയപ്പം റെഡിയായി വന്നിട്ടുണ്ട്. 2 സൈഡും 3 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും. ഇനി ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ ഉണ്ണിയപ്പം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനും. ഇതിൻ്റെ കൂടെ ഒരു ചൂട് ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക് യു.